നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് എഡ്യൂക്കേഷണൽ ഹബ് സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 സംസ്ഥാന ബജറ്റിൽ 6 കോടി രൂപ അനുവദിച്ച പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ഇത് അന്തിമഘട്ടത്തിലാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് എഡ്യൂക്കേഷൻ ഹബ്ബ് ഉയരുക. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന സ്ഥാപനമായ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്, സംഗമഗ്രാമ മാധവൻ പഠന ഗവേഷണ കേന്ദ്രം, അച്ചടി പഠന രംഗത്തെ സർക്കാർ സ്ഥാപനമായ സിയാപ്, നിർദ്ദിഷ്ട സ്ഥലത്ത് പ്രവർത്തിച്ചുവരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് എന്നീ സ്ഥാപനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇരിങ്ങാലക്കുട എഡ്യൂക്കേഷൻ ഹബിൽ പ്രവർത്തനം ആരംഭിക്കുക. 2025 സംസ്ഥാന ബജറ്റിൽ, അതായത് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത ബജറ്റിൽ 6 കോടി രൂപ അനുവദിക്കപ്പെട്ട ആ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവിധ യോഗങ്ങൾ പൂർത്തീകരിച്ച് അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് എഡ്യൂക്കേഷണൽ ഹബ്ബ് ഉയരുക. അതിൻ്റെ സോയിൽ ടെസ്റ്റും എല്ലാം ചെയ്ത് ആവശ്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി ഉടനെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്ലാൻ എല്ലാം തയ്യാറായിട്ടുണ്ട്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട സ്ഥാപനമായ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള (CCEK), സിവിൽ സർവീസ് അക്കാദമി, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം (ASAP), കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്, സംഗമഗ്രാമ മാധവൻ പഠന ഗവേഷണ കേന്ദ്രം, അച്ചടി പഠന രംഗത്തെ സർക്കാർ സ്ഥാപനമായ സിയാപ്റ്റ്, നിർദ്ദിഷ്ട സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്നീ സ്ഥാപനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇരിങ്ങാലക്കുട എഡ്യൂക്കേഷണൽ ഹബിൽ പ്രവർത്തനം ആരംഭിക്കുക. ഇരിങ്ങാലക്കുട നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ധനകാര്യം, വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമകാര്യം, പൊതുമരാമത്ത് എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ ശനിയാഴ്ച തെരഞ്ഞെടുക്കും. UDFൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ടേം അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരാകുന്നവർക്ക് ആദ്യ 2 വർഷവും തുടർന്ന് വരുന്നവർക്ക് 3 വർഷവുമാണ് കാലാവധി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ അഡ്വക്കേറ്റ് VC വർഗീസും തുടർന്ന് ബൈജു കുറ്റിക്കാടനും അധ്യക്ഷന്മാരാകും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ TA പോളും തുടർന്ന് MS ദാസനും അധ്യക്ഷന്മാരാകും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ പ്രവിൻസ് ഞാറ്റുവെട്ടിയും തുടർന്ന് ജോസഫ് ചാക്കോയും അധ്യക്ഷന്മാരാകും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ മിനി ജോസ് ചാക്കോളയും തുടർന്ന് സുരഭി വിനോദും അധ്യക്ഷന്മാരാകും. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ റോണി പോൾ മാവേലിയും തുടർന്ന് മഞ്ജു സജിത്തും അധ്യക്ഷന്മാരാകും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തതിനു ശേഷം ചേർന്ന യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ആദ്യ കൗൺസിൽ യോഗം ജനുവരി 14 ചേരുവാൻ യോഗം തീരുമാനിച്ചു. കൗൺസിൽ അംഗങ്ങളുടെ ഇരിപ്പിടം പുനർക്രമീകരിക്കുന്നതിന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ നിർദ്ദേശം വെച്ചെങ്കിലും LDF അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ആദ്യ നിരയിൽ 5 LDF അംഗങ്ങളും 2 NDA അംഗങ്ങളും ബാക്കി UDF അംഗങ്ങളും എന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ ആദ്യ നിരയിൽ ഇരിക്കുന്ന 8 LDF അംഗങ്ങളും ആദ്യ നിരയിൽ തുടരുമെന്ന് LDF അംഗങ്ങളായ PV ശിവകുമാർ, CC ഷിബിൻ, വിഷ്ണു പ്രഭാകരൻ എന്നിവർ പറഞ്ഞു. എന്നാൽ എല്ലാവരുടെയും യോജിച്ചുള്ള തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ പുനർക്രമീകരണം ആവശ്യമുള്ളൂ എന്ന നിലപാട് NDA അംഗം TK ഷാജു വ്യക്തമാക്കി. ഇതോടെയാണ് ഇരിപ്പിടങ്ങളുടെ പുനർക്രമീകരണം എന്ന നിർദ്ദേശം ഉപേക്ഷിച്ചത്.
മൊത്തം അംഗങ്ങളുടെ ആനുപാതികമായിട്ട് നമ്മുടെ ഫ്രണ്ട് സീറ്റ് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ LDA-ക്ക് 5 സീറ്റ്, 2 സീറ്റ് LDA-ക്ക്, ബാക്കിയുള്ളത് സൈനികമാർക്കും ഞങ്ങളുടെ കക്ഷിക്കാർക്കും സിസ്റ്റം ഉണ്ടാവുന്നത്. കുറെ ആളുകൾ ആദ്യം വന്നത് ആദ്യം പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കണം. പക്ഷേ കഴിഞ്ഞ 2 കമ്മിറ്റി 2-3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിരുന്നു ഇല്ലേ? അങ്ങനെ ഇവരവിടെ നിന്നില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് വേണ്ടി 1, 2, 3 അങ്ങനെ വരും. വൈസ് ചെയർമാൻ കഴിഞ്ഞ പ്രാവശ്യം ജിബിനായാലും അപ്പൊ ഒരു നിയമ കാര്യങ്ങളൊരു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളങ്ങനെ മനസ്സിലാക്കി ഞാൻ കാരണമല്ല. അല്ലാതെ പോട്ടെ, ശിവകുമാർ നിങ്ങൾ തമ്മിൽ ധാരണയുണ്ടെങ്കിൽ അംഗീകരിക്കാൻ അല്ല ഞങ്ങളെ സംബന്ധിച്ച് ആളുകളാണ് ഈ ഒരു നല്ലൊരു സിസ്റ്റം പറഞ്ഞത് നമുക്ക് പറഞ്ഞില്ല. കാരണം അവരുടെ പറ്റുന്ന എല്ലാവർക്കും വിരോധമൊന്നുമില്ല. അത് അംഗീകരിക്കാൻ എല്ലാവരും കൂടി തയ്യാറാണെങ്കിൽ നമ്മളതിന് തയ്യാറാണ്. ഭാരതത്തിന്റെ മഹത്തായ വൈജ്ഞാനിക പരമ്പരയുടെ സമ്പന്നത സമകാലിക വിദ്യാഭ്യാസത്തിൽ അടയാളപ്പെടുത്തേണ്ടത് പുതിയ കാലത്തിന്റെ ആവശ്യമെന്ന് UGC സെക്രട്ടറി പ്രൊഫസർ മനീഷ് ആർ ജോഷി. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ഭാരതീയ ജ്ഞാന പരമ്പരകളിലെ തനത് അറിവുകളെ വീണ്ടെടുക്കലും സംരക്ഷണവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ത്രിദിന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജ് മാനേജർ സിസ്റ്റർ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈദ്യരത്നം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ET യദു നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലെസി സ്വാഗതവും കോളേജ് ചെയർപേഴ്സൺ അഫ്സല സിമിൻ നന്ദിയും പറഞ്ഞു. So this particular land where the tradition of living has created a knowledge. When we live, obviously we are living with certain way so that it will be more comfortable to us, and by that, from tradition, from generation to generation, a knowledge is created. So we are not a mankind which dates back only to 1000 years or 2000 years. We have a great history. We have a documented history far more than 5000 years. We say that our scriptures are quite old and our civilization is far more old than that. So even we as a human being, when we practice something for a few years, we skilled ourselves to do it better. So we are doing it from generations, and therefore we have accumulated lot of knowledge. And based on that knowledge, our civilization was very rich, very cultured, but ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ധനഹ തിരുനാളിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കുരിശങ്ങാടി അമ്പ് ഫെസ്റ്റ് ജനുവരി 10 ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ പോളി കുറ്റിക്കാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമ്പ് ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ നിർവഹിക്കും. കഴിഞ്ഞ 100 വർഷത്തിൽ അധികമായി നടത്തിവരുന്ന കുരിശങ്ങാടി അമ്പ് പ്രദക്ഷിണത്തിൽ പുതുമയാർന്ന രീതിയിൽ പഴമയും പ്രൗഢിയും നിലനിർത്തുന്നതായി താളമേളങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും പൊൻകുരിശുകളുടെയും പുതുമയാർന്ന LED-യുടെയും മാലാക വസ്ത്രധാരികളുടെയും അകമ്പടിയോടെയാണ് അമ്പ് പ്രദക്ഷിണം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. കൺവീനർമാരായ ഡേവിസ് ചക്കാലക്കൽ, അഡ്വക്കേറ്റ് ഹോബി ജോളി, സെക്രട്ടറി ജോസ് ആൻഡോ പുറത്തുകാരൻ, നിർവാഹക സമിതി അംഗങ്ങളായ പോളി ആലങ്ങാടൻ, സണ്ണി പന്തലിപ്പാടൻ, ജോഷി താനാടൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ബുധനാഴ്ച 6:30 കുരിശങ്ങാടി കപ്പോളയിൽ കൊടികയറ്റം നടത്തുകയാണ്.
അത് വൈകിട്ട് 6:30. അത് നടത്തുന്നത് കത്തീഡ്രൽ വികാരി വെരി റവറൻഡ് ഫാദർ ലാസർ കുറ്റിക്കാടനാണ്. പിന്നെ വെള്ളിയാഴ്ച 6:30 വൈകിട്ട് ഇലൂമിനേഷൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്. ഇലൂമിനേഷൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് തൃശ്ശൂർ സബ് കളക്ടർ ശ്രീ അഖിൽ വി മേനോൻ അവറുകളാണ്. അദ്ദേഹം ഇരിഞ്ഞാലക്കുടക്കാരനാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഞങ്ങൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഇവിടെ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി ഇലൂമിനേഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൃത്യം 6:30 ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അമ്പിൻ്റെ ഉദ്ഘാടനം ശാന്തി സദനത്തിൽ നിന്ന് ശനിയാഴ്ച 6:30 ആരംഭിക്കുകയാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആരാധ്യനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ആർ ബിന്ദു അവറുകളാണ്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ KSTP റോഡ് നിർമ്മാണത്തിനിടയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുട ഹൈലെവൽ ഭാഗത്തേക്കുള്ള ജലവിതരണം പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ചതിനു ശേഷമേ പുനരാരംഭിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ കടകളിലേക്ക് ചെളിവെള്ളം അടിച്ചു കയറിയതിനെ തുടർന്ന് സാധന സാമഗ്രികൾ നശിച്ചതായി വ്യാപാരികൾ പരാതിപ്പെട്ടു. ഇരിങ്ങാലക്കുട ശ്രീ സംഗമ ധർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പഞ്ചദിന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. ഇരിങ്ങാലക്കുട ഗായത്രി ഹാളിൽ വൈകിട്ട് 6 മുതൽ 7:30 വരെയാണ് പ്രഭാഷണം. പുരുഷാർത്ഥങ്ങൾ എന്ന വിഷയത്തിൽ ഉത്തരകാശി ആസ്ഥാനമായുള്ള ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠം ആചാര്യൻ ഹരി ബ്രഹ്മാനന്ദ തീർത്ഥയാണ് പ്രഭാഷണം നടത്തുന്നത്. ഈ 4 ഉദ്ദേശങ്ങളെ കുറിച്ച് അതേ പേരിലല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നാം ഈ 4 പുരുഷാർത്ഥങ്ങളെ തന്നെയാണ് ഉദ്ദേശ്യമായി വയ്ക്കുന്നത്. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ആ ആർഷവൈദിക പരമ്പരയിൽ ജീവിതത്തെ വ്യവസ്ഥിതമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഋഷിവര്യന്മാര് മുമ്പ് തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. ആ ക്രമത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ തന്നെ, നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ ദുഃഖത്രയങ്ങളിൽ നിന്ന് മുക്തി നേടി ജീവിത സാഫല്യം കൈവരിക്കാമെന്നതാണ് ഉദ്ദേശമായിട്ടുള്ളത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.